ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. എന്താണ് ഗൂഗിൾ ലെൻസ്, എങ്ങനെയാണ് ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കുന്നത്? വലിയ സംഭവമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ അല്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ലെൻസ്. ഓൾറെഡി നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക, ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് ഗൂഗിൾ ലെൻസ് എന്ന് സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ നമുക്ക് സെർച്ച് വിത്ത് യുവർ ക്യാമറ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് കാണിക്കുവാണ് വെച്ചു. എന്നിട്ട് ഈ ഒരു ലെൻസ് എന്നൊരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ ടെക്സ്റ്റ് എന്ന് കാണാം, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് മാത്രമായിട്ട് നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. അതായത് ഒരു ഫോട്ടോയിലെ ടെക്സ്റ്റ് മാത്രമായിട്ട് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പുറത്ത് ട്രാൻസ്ലേറ്റ് എന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ഫോട്ടോയിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് ഏതൊരു ഭാഷയാണെന്ന് വരെ ഡിറ്റക്റ്റ് ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ടാണ് അത് നമ്മുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഷ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ, മലയാളമാണ് ഓൾറെഡി കിടക്കുന്നത്, മലയാളം വേണ്ട, വേറൊരു ഭാഷയിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു മലയാളം ക്ലിക്ക് ചെയ്യുക, ആ ഒരു ലാംഗ്വേജ് ചേഞ്ച് ചെയ്താൽ മതിയാകും. ടെക്സ്റ്റും ട്രാൻസ്ലേറ്റും മാത്രമല്ല, ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് കാണാൻ കഴിയും. സെർച്ച് ഉണ്ട്, ഹോംവർക്ക് ഉണ്ട്, ഷോപ്പിംഗ് ഉണ്ട്, പ്ലേസ് ഉണ്ട്, ഡൈനിങ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോട്ടോയെ സംബന്ധിച്ച കാര്യങ്ങളാണ് വരിക. അപ്പം ഞാൻ വേറൊരു ഫോട്ടോ ഇവിടെ കാണിക്കാം. വേറൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഇങ്ങനെ ബാക്ക് അടിക്കുക, അപ്പോൾ നമ്മുടെ ഗാലറി ഫോട്ടോസ് ഇവിടെ കാണാൻ കഴിയും. ഞാനിവിടെ ഒരു ക്യാറ്റിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു. അപ്പോൾ തന്നെ ആ സെർച്ചിൽ കാണാൻ കഴിയും ഈ ഒരു ക്യാറ്റിനെ പോലെ തന്നെ ഇരിക്കുന്ന ഇഷ്ടംപോലെ ക്യാറ്റ്സിൻ്റെ ഫോട്ടോ. ഇതുപോലെ ഞാൻ ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ കാണിക്കാം. അതായത് എൻ്റെ ഫോണിൻ്റെ മൊബൈൽ കവർ, അതിൻ്റെ ഒരു ഫോട്ടോ ഞാനൊന്ന് എടുക്കുവാണ്. അപ്പോൾ തന്നെ സെർച്ചിൽ കാണാം റെഡ്മി നോട്ട് 8. ഈ സെയിം ആണ് എൻ്റെ ഫോണ്. അപ്പോൾ പിന്നെ ഷോപ്പിംഗ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് ഷോപ്പ് ചെയ്യാമെന്നുള്ള നമ്മുടെ ഫ്ലിപ്കാർട്ടും ആമസോണും എല്ലാം ഇവിടെ കാണാൻ കഴിയും. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഒരു ഫോട്ടോ മാത്രം മതി. നിങ്ങൾക്കൊരു ഫോട്ടോയിലെ ടെക്സ്റ്റ് മാത്രം മാറ്റണമെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ഓൺ ദി സ്പോട്ട് ചെയ്യണമെങ്കിലും, പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കണ്ടു അത് പർച്ചേസ് ചെയ്യാൻ വലിയ വഴിയൊന്നുമില്ല, ഫ്ലിപ്കാർട്ട് ആമസോണിലൊന്നും ഇല്ല, അതിന് നമുക്ക് ഈ ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ ഏതിൻ്റെ ഒരു ഫോട്ടോ മാത്രം മതി, അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഗൂഗിൾ ലെൻസ് വഴി നമുക്ക് അറിയാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്ക്. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ യൂസ്ഫുൾ ആകുന്ന വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.